ഹായ്. നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു 650 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ ഒരു റീലാണ് നമുക്ക് അയച്ചു തന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നോക്കിയിട്ട് നമുക്ക് അതിന്റെ ഒരു പ്ലാൻ റെഡിയാക്കി എടുക്കാനായിട്ടാണ്. 2 ബെഡ്റൂമുകൾ വരുന്ന ഒരു പ്ലാനാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഈ ഒരു പ്ലാൻ വരച്ച് നോക്കാം എങ്ങനെയാണ് ഇത് വരിക എന്ന്. ഇതാണ് നമുക്ക് വന്നിട്ടുള്ള ഒരു റീല്. ഇതിൽ 650 സ്ക്വയർ ഫീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വരച്ചു തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കിതിൽ ആകെ ഉള്ളൊരു അറിവ് എന്ന് പറയുന്നത് 650 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഏരിയ വരുന്നത് എന്നതാണ്. അതുപോലെ 2 ബെഡ്റൂം വരുന്നുണ്ട്. എത്രയാണ് സൈസെന്നോ കാര്യങ്ങളോ ഒന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ തന്നെയാണ് ഇതിന്റെ ഒരു പ്ലാൻ വരുന്നത്. സിറ്റ് ഔട്ടിന്റെ ഭാഗത്ത് ചെറിയൊരു കട്ടിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭിത്തി ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഇങ്ങോട്ടും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം നമുക്ക് കാണാവുന്നതാണ്. ഈ ഭാഗത്തായിട്ട് ഒരു വാഷ് ഏരിയ വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഈ ബെഡ്റൂമിലേക്കുള്ള അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ഈ ബെഡ്റൂമിന്റെ ഡോറും കാണാവുന്നതാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ബെഡ്റൂം, രണ്ടാമത്തെ ബെഡ്റൂം വരാണ്. നമ്മളിതിന്റെ ജസ്റ്റ് ഒരു ലേഔട്ട് മാത്രമാണ് വരച്ചെടുക്കുന്നത്. സൈസ് കാര്യങ്ങൾ നമുക്ക് അവസാനം നമുക്ക് ചെക്ക് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ഇവിടെയാണ് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നത്. ഈ ഭാഗത്തായിട്ട് ഈ ബെഡ്റൂമിനുള്ള അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കാണാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഇവിടെ കിച്ചൺ വരുന്നുണ്ട്. ഇതൊരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലാണ് ഇത് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത്. നമുക്കത് ഇവിടെ വരയ്ക്കുകയാണ്. ഇനി ഇവിടെയാണ് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത്. ഇവിടെ ഒരു കട്ടിങ് നമുക്ക് വരുന്നുണ്ട്. ഇതൊരു ഗാർഡൻ പോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇവിടെ സിറ്റ് ഔട്ട് വരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്കുള്ള സ്റ്റെപ്പാണിത്. സിറ്റ് ഔട്ട് നമുക്ക് ഇവിടെ കിട്ടി. ഇവിടെയാണ് മെയിൻ ഡോർ. അതൊരു പ്ലാനിൽ അവർ കൊടുത്തിട്ടില്ലെങ്കിലും എലിവേഷൻ ഡിസൈനിൽ 3 വിൻഡോ വരുന്നുണ്ട്. നമുക്ക് തൽക്കാലത്തിന് ഇവിടെ 2 വിൻഡോ അല്ലെങ്കിൽ 3 വിൻഡോ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് നേരെ വരുന്നത് ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെയാണ് സോഫ കൊടുത്തിട്ടുള്ളത്. ഇത് ലിവിങ് കം ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ ഡൈനിങ് ടേബിൾ വരുന്നത്. ഇവിടെയാണ് കിച്ചൺ. ഇത് പുറത്തേക്കുള്ള കിച്ചണിന് പുറത്തേക്കുള്ള ഡോർ വരുന്നുണ്ട്. ഇവിടെ സ്റ്റെപ്പ് വരുന്നത്. കിച്ചണിൽ നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ്. വരുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ലിവിങ് കം ഡൈനിങ് ഹാള്. ഇവിടെ ഒരു വാഷ് ഏരിയ വരുന്നുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം, ഇത് അറ്റാച്ച്ഡ് ബാത്റൂം, ഇത് ആദ്യത്തെ ബെഡ്റൂം, ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഇനി നമുക്കിവിടെ ഒരു വെന്റിലേഷൻ ബാത്റൂമിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ 3 പാളിയുടെ ഒരു വലിയ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ 2 ഭിത്തികളിലായിട്ട് വിൻഡോസ് കൊടുക്കാവുന്നതാണ്. നമ്മൾ ബെഡ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ 2 ഭാഗത്തായിട്ട് വിൻഡോ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഇവിടെയും നമ്മൾ ബെഡ് ഈ ഒരു പൊസിഷനിലാണ് വരുന്നതെങ്കിൽ ഈ 2 ഭാഗത്തായിട്ട് പുറത്തേക്കുള്ള വിൻഡോ കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയ ആണ് വരുന്നത്. ഇവിടെ ബാത്റൂം. അപ്പോൾ ഇതിൽ പിന്നെ കിച്ചണിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വിൻഡോ കൊടുക്കാം. അത് നമ്മുടെ ഒരു ഇഷ്ടമനുസരിച്ച് എവിടെയാണെന്ന് വിൻഡോ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഡൈനിങ്ങിലേക്കും വിൻഡോ, അതുപോലെ ലിവിങ് സ്പേസിലേക്കും വിൻഡോ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇപ്പോൾ 650 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത്. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 650 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമിൻ്റെ പ്ലാനിലൊക്കെ നോക്കുകയാണെങ്കിൽ മിനിമം 10 നമുക്ക് ഈ ഒരു ബെഡിൻ്റെ സൈസ് വേണ്ടി വരും. 2 ബെഡ്റൂമും ഏകദേശം സെയിം അളവ് തന്നെയാണെങ്കിൽ നമുക്കിവിടെ 3 മീറ്റർ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു 3 മീറ്റർ വരും. ബാത്റൂമിന് 140 അല്ലെങ്കിൽ 150 അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 1.5 മീറ്റർ 1.5 വരെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ 3, 3, 6, 9 മീറ്റർ നമുക്കിവിടെ ടോട്ടലായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യം നമുക്ക് 3 മീറ്റർ ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതും എങ്ങനെ വന്നാലും നമുക്കിതൊരു എന്താണ് 330 3 മീറ്റർ അല്ലെങ്കിൽ 330 ടു 360 സൈസിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു 360 സെൻറ്റിമീറ്റർ അവിടെ വേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് വരുന്നത് ഒരു 7 മീറ്റർ വരെ മാക്സിമം നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്.
പിന്നെ സിറ്റ് ഔട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ എത്തിക്കാം, അല്ലെങ്കിൽ അത് ചെറുതാക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും 9,7 63 M² വരും. അത് ഏതാണ്ട് ഒരു 700 സ്ക്വയർ ഫീറ്റിലും താഴെ നിൽക്കുള്ളൂ. അതായത് ഒരു 650 പ്ലസ് 650 അല്ലെങ്കിൽ ഒരു 650 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ഏരിയ. നമ്മളിപ്പോൾ ഈ വരച്ച അളവിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്, ഇപ്പോൾ ഓൾറെഡി വീഡിയോയിൽ പറയുന്നുണ്ട് 650 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വരച്ച ഏകദേശ കണക്ക് വെച്ചിട്ട് ഈ പറഞ്ഞ കണക്കൊരു 680 വരെ ആയിരിക്കും, അല്ലെങ്കിൽ 670 680 വരെ, അതായത് 700 താഴെ ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാൻ നമ്മൾ റഫായിട്ട് വരച്ച ഒരു പ്ലാൻ 650 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഇതിൽ കോസ്റ്റ് പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ കോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് ഫുള്ള് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കോസ്റ്റ് വരും. ഇനി വേണ്ട നമുക്ക് സിറ്റ് ഔട്ട് അല്ലെങ്കിൽ ഒരു ബെഡ്റൂം ഈ ഒരു പോർഷൻ മാത്രം കോൺക്രീറ്റിലും, അല്ലെങ്കിൽ പുറകുവശം നമുക്ക് ഈ ഒരു വശം നമുക്ക് കോൺക്രീറ്റ് ഒഴിവാക്കി ചെയ്യാം, അല്ലെങ്കിൽ സിറ്റ് ഔട്ട് കോൺക്രീറ്റ് ഒഴിവാക്കി ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ കോസ്റ്റ് കട്ടിങ് കാര്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുള്ള് കോൺക്രീറ്റിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് അറിയാമല്ലോ, ഒരു 2000 2200 വരെ ഒക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വരുമ്പോൾ അതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ 2000 നമുക്ക് ആവറേജ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു 650 സ്ക്വയർ ഫീറ്റ് വരിക എന്ന് പറയുമ്പോൾ 13 ലക്ഷം രൂപ ഇതിൻ്റെ ഒരു കോസ്റ്റ് വരും. 230 150 സെൻറ്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിൻ്റെ അളവ്. സിറ്റ് ഔട്ട് എന്ന് ഈ ഒരു ലിവിങ് കം ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 2 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂമാണ്. 300 290 സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 300 290 സെൻറ്റിമീറ്റർ എന്നുള്ളതിൽ തന്നെയാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. വീടിൻ്റെ പ്ലാൻ ഡിസൈൻ സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇഷ്ടമെങ്കിലേക്ക് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.